ആനക്കൂടിനും ഇക്കോ ടൂറിസത്തിനും പേരുകേട്ട കോന്നിയിലേക്ക് സഞ്ചാരികൾ എത്താൻ നിറയെ കാരണങ്ങളുണ്ട്. അടവിയിലെ കുട്ടവഞ്ചി സവാരി നൽകുന്ന ത്രില്ലാണ് അതിൽ ഏറ്റവും പ്രധാനം. പറഞ്ഞറിയിക്കാനാവാത്ത അനുഭവമാണ് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയും പങ്കുവെക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. കെ ജിനേഷ് കുമാർ MLA ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാട്ടിലെ വീരന്മാർ അടിതെറ്റിയാലും കൂട്ടം തെറ്റിയാലും ഞങ്ങളുടെ കോന്നിയിലെത്തും. ചട്ടം പഠിപ്പിച്ചുമെരിക്കും. പിന്നെ അവർ ഞങ്ങളുടെയും നിങ്ങളുടെയുമെല്ലാം പ്രിയപ്പെട്ടവരാകും. തൃക്കടവൂർ ശിവരാജുവും മംഗലാംകുന്ന് ഗണപതിയും കീഴൂട്ട് വിശ്വനാഥനും ഒക്കെയുണ്ട് ഈ കൂട്ടത്തിൽ. ചട്ടം പഠിപ്പിക്കാൻ മിടുക്കനായ സുരേന്ദ്രനും കോന്നി ആനക്കൂടിന്റെ സംഭാവനയാണ്. ആദ്യകാലങ്ങളിൽ വാരിക്കുഴിയിൽ വീഴുന്ന കൊമ്പന്മാരെയാണ് കോന്നിയിലെത്തിച്ചു മെരുക്കിയെടുത്തിരുന്നത്. ആനപ്പിടുത്തം നിരോധിച്ചതോടെ കൂട്ടം തെറ്റിയെത്തുന്ന ആനക്കുട്ടികൾ മാത്രമായി ഇവിടെ 6 ആനകളാണ് ഇപ്പോഴുള്ളത്. താരം കുട്ടിക്കൊമ്പനായ കൊച്ചയ്യപ്പൻ തന്നെ. ആനക്കൂട് കഴിഞ്ഞാൽ പിന്നെയുമുണ്ട് പച്ചപ്പുള്ള കാഴ്ചകൾ. അടവിയിലെത്തിയാൽ കുട്ടവഞ്ചിയിൽ സവാരിയാകാം. പിന്നെ ഗവിയിലേക്ക് കാടും കാട്ടാറും കണ്ടൊരു യാത്രയും. ആനക്കൂട്, അടവിയിലെ കുട്ടവഞ്ചി സവാരി, മുളംകുടിലിലെ താമസം ഇവയോരോന്നും വേറിട്ട അനുഭവങ്ങളാണ്. ആന മ്യൂസിയം, 3D തിയേറ്റർ, കുട്ടികളുടെ പാർക്ക് എന്നിവയുമുണ്ട് കാണാൻ. കല്ലടയാറിന്റെ ഓളപ്പരപ്പിലൂടെ കാടിന്റെ വന്യത ആസ്വദിച്ചാണ് അടവിയിലെ കുട്ടവഞ്ചി സവാരി. ഗവിയിലേക്ക് പോകും വഴിയരികിലും ചിലപ്പോൾ വഴി മധ്യയുമുണ്ടാകും കാട്ടുപോത്തും മാനും മ്ലാവുമൊക്കെ. ചിലപ്പോൾ ആനയും കാണാം. നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നും നിരവധി പേർ ഈ കാഴ്ചയൊക്കെ കാണാനും കോന്നിയുടെ ആതിഥ്യം സ്വീകരിക്കാനും എത്തുന്നതിനാൽ നല്ല വരുമാനവും ലഭിക്കുന്നു. സഞ്ചാരികൾക്കായി വനം വകുപ്പ് വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആനക്കൂട്ടിൽ സ്ഥാപിച്ച ലോകത്തെ 2ാമത്തെ ആന മ്യൂസിയം അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അത് ഇപ്പോൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോന്നിയുടെ സൗന്ദര്യം എല്ലാം 3D ആയി ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള 3D തിയേറ്റർ സംവിധാനം അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് അതും പ്രവർത്തനക്ഷമമായിരിക്കുകയാണ്. അടവിയിൽ പുതിയ മനോഹരമായ കുട്ടവഞ്ചികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടവിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി വലിയ നിലയിലുള്ള ഇടപെടലുകളാണ് ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലെത്തിയാൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളായിരിക്കും കോന്നി സമ്മാനിക്കുക. ആനക്കൂടും കണ്ട് അടവിയിൽ കാട്ടിലൂടെ വഞ്ചിയിൽ കാഴ്ചകൾ കണ്ട് ഗവിയിലും മടങ്ങാം. കോന്നി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ന്യൂസ് 18 വേണ്ടി KU ജനീഷ് കുമാർ.